അൻവർ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രയാസപ്പെട്ട് നടക്കുന്ന ഒരാളാണല്ലോ. അൻവറിൻ്റെ തകരാറുകളെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. അദ്ദേഹം ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള അവസ്ഥയുടെ പ്രത്യേകതകളെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ ഞങ്ങൾ എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾക്കെതിരായിട്ടൊരു വാർത്ത ഉണ്ടാക്കാൻ പറ്റുമോ നോക്കിയിരുന്നു. നിങ്ങളുടെ വീട്ടിലല്ല, കിട്ടുന്ന വാർത്ത കൊടുക്കണല്ലോ. അപ്പോൾ തലക്കെട്ടുകളിൽ നിന്ന് വേണ്ടത്ര പഴയതുപോലെ കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ പുതിയ തലക്കെട്ടിന് വേണ്ടിയുള്ള ഒരു വാർത്തയാണ്. കാരണം ഈ സംഭവമൊക്കെ നടന്നിട്ട് കുറേ ദിവസമായി. ഈ നിർഭാഗ്യകരമായ ഒരു ആത്മഹത്യ നടന്നിട്ട് കുറേ ദിവസങ്ങളായി. അന്നൊന്നും പറയാതെ മാസക്കണക്കിന് കഴിഞ്ഞിട്ട് ഒരു ദിവസം രാവിലെ ഒരു വെളിപാട് പോലെ പറയുന്നതിൽ ആത്മാർത്ഥതയില്ല. രണ്ട് ഒരു വാർത്തയൊക്കെ കൊടുക്കുന്ന ആളുകൾ അതൊക്കെ പല പേരും പറയുന്നത്. ഏറ്റവും നല്ലത് അങ്ങനെയാണ്. ഏതായാലും പിണറായി വിജയനാന്ന് പറഞ്ഞില്ലല്ലോ, അത് ഭാഗ്യം. അല്ലെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക, പറഞ്ഞാൽ എന്താ ചെയ്യുക? ആരെ പേരും ആർക്കും പറയാം. അതൊക്കെ പിന്നെ എന്താ പറയുക, ഞാനെന്തായാലും പറയാം. അതൊന്നും ഒരു പൊതു അല്ല. നവീൻ ബാബുവിൻ്റെ കുടുംബം ഏതെങ്കിലും വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ വെറുതെ ഈ പറയാത്ത കാര്യം ഒരാൾ പറഞ്ഞു എന്ന് പറയുന്നത് തന്നെ വലിയ പാപമാണ്. അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പിന്നെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അൻവർ എത്തിച്ചേർന്നിട്ടുള്ള ഒരു പതനമുണ്ട്. പിന്നെ പല സ്ഥലത്ത് മുട്ടി ഒരു വാതിൽ തുറക്കാതെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ താനിവിടെ ഉണ്ട് എന്ന് നമ്മൾ അറിയിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രസ്താവന എന്ന് കണ്ടാൽ മതി. പിന്നെ തനിക്ക് ഒരു സ്പേസ്, മീഡിയ സ്പേസ്, അതിന് വേണ്ടിയും പറയാം. അതിനപ്പുറത്തേക്കുള്ള പ്രാധാന്യമൊന്നും അൻവറിൻ്റെ പ്രസ്താവനകൾ ഇപ്പോൾ കേരളത്തിലില്ല. TMCയിലേക്ക് പോകാനുള്ള ഒരു ചർച്ചയാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. DMKയുമായിട്ടുള്ള ചർച്ചകൾ അട്ടിമറിച്ചത് മുഖ്യമന്ത്രിയാണ് എന്നുള്ള ഒരു ആരോപണം കൂടി. മുഖ്യമന്ത്രിക്ക് ഇത്തരം കാര്യങ്ങളിൽ അൻവറിന് അദ്ദേഹത്തിൻ്റെ നിലപാടെടുക്കുക, അതിനൊന്നും നമുക്ക് വിരോധമുള്ള കാര്യമില്ല. നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് അദ്ദേഹം മാറിപ്പോയി. അപ്പോൾ പറയാനുള്ളതൊക്കെ ഞങ്ങൾ പറഞ്ഞു തീർത്തിട്ടുണ്ട്. അത്തരം ഒരു കാര്യങ്ങൾ എന്ത് പറയണമെന്ന് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത്, അൻവർ ചില കാര്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അദ്ദേഹത്തിനോട് പറയാനുള്ളത് ഞങ്ങൾ തീർത്തും അത് പറയുകയും ചെയ്തു. അവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവസാനിച്ചു. ബാക്കി അൻവർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിന് എല്ലാത്തിനൊന്നും ഞങ്ങളോട് ചോദിക്കരുത്. ഞങ്ങളത് മറുപടി പറയുന്ന അശക്തരാണ്.